വാട്ട് അബൌട്ട് ഹനാൻ ഷാ? ഓക്കെ ഹനാൻ ഷാനെ കുറിച്ചുള്ള എന്റെ ഓണസ്റ്റ് റിവ്യൂ. അതായത് നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അല്ല എന്തൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നീ തിന്നിട്ടുള്ള റിവ്യൂ അറിയില്ല. അതേപോലെ ഞാൻ ഹനാൻ ഷാനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ പറഞ്ഞാം. ഓക്കെ, ഹനാൻ ഷാ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ എനക്ക് അങ്ങനെ ഇതാവലില്ല. ഞാൻ കാര്യം പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ ക്രഷ് അടിച്ച് ചങ്ങായി. അല്ല സീരിയസ്ലി ഞാൻ തമാശ പറയുന്നല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഉറങ്ങി അടിച്ചാൽ നാളെ ഉറങ്ങി അടിച്ചാൽ എനിക്ക് മാറുമായിരിക്കും. നമുക്ക് ചില പെമ്പിള്ളേരെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു തോന്നലില്ല, എനിക്ക് പിറ്റേ ദിവസം ഉറങ്ങി അടിച്ചാൽ പോയില്ലേ. അതേപോലത്തെ ഒരു സംഭവം. ഞാൻ കാര്യം പറഞ്ഞ ഇയാള് ഭയങ്കര പാവന്നടാ, ഇയാള് ഭയങ്കര എന്നോട് സംസാരിക്കുന്നില്ല. അതില്ലേ അതെ അത് നമ്മളെ ഈ പരിപാടിന്റെ ആള് ഇതെന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ, നീ അതൊക്കെ കൂളായിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് അതില്ലേ നമ്മളെ അതില്ലേ സംസാരിക്കുന്ന. മഴവില് വന്നാലും എനിക്ക് കുഴപ്പമില്ലടാ. ഞാൻ മുത്തേ മഴവില് വന്നാലും കുഴപ്പമില്ല, മനസ്സിലാ, മഴവില് വന്നാലും കുഴപ്പമില്ല മുത്തേ. ഹനാൻ ഷാ ഒരു 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 തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ കാര്യം പറയാം. അല്ലല്ല ഞാനില്ല നൈസായിട്ട് റൂമിന്റെ പുറത്ത് ചങ്ങായി നിൽക്കുന്നതല്ലേ. ഞാൻ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്ത് ഇനി ഇവന് അഭിനയിക്കുന്നതാണോ ഇങ്ങനെ. ചില ആൾക്കാരുണ്ടല്ലോ ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര നല്ലതിൽ നിന്നിട്ട് ക്യാമറ മുന്നിൽ അങ്ങനെ ആണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ശരിക്കും നോക്കിയടാ. ഞാൻ കറക്റ്റ് നോക്കി. പക്ഷെ അങ്ങനെ ഇവരങ്ങനെയാ. ഇവനില്ലേ ഡോറിന്റെ പുറത്ത് പോയിട്ടില്ലേ, ഞാൻ ഇങ്ങനെ ഇതിൽ നോക്കുക. ഞാൻ കണ്ണാടി കൂടെ കാണുന്നുണ്ട്. ഇവൻ ഞാനല്ല ആരാ കണ്ടത്, നീയല്ല ആരോ എന്നോട് പറഞ്ഞു ആ സമയത്ത്. റാംബോ പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു കൊടുക്ക്. ഞാൻ കണ്ണാടി കൂടെ കണ്ടത്. നിക്ക് കയറി വന്ന് എന്നിട്ട് ഡോർ കുറച്ചിങ്ങനെ അടയാൻ ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ കട്ടിലിരുന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ കണ്ണാടി കൂടെ പുറത്ത് അനാൻസ് വെക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ കയറി വരാനായിട്ട് ജസ്റ്റ് നോക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ കയറി വരാലോ. പുള്ളി ഞാൻ നോക്കി നമ്മളെ റൂമിലൊന്നും അനാൻസ് ഒന്നും മുട്ട പോലും ചെയ്യണ്ട, നേരം കയറി വരാലോ. പുള്ളി അവിടെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കേറണോ വേണ്ട ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ടെൻഷൻ കണക്ക് ഇങ്ങനെ എന്തോ പോലെ എടാ ഭയങ്കര സിമ്പിളും ഹമ്പിളായിട്ടുള്ള ഞാൻ കയ്യില് ഭയങ്കര സിമ്പിളാണ്. ഞാൻ കാര്യം പറയാം, പ്രൊപ്പോസ് അനാൻസ് ഞാൻ ചിലപ്പോൾ പ്രൊപ്പോസ് ചെയ്യൂടാ. ഞാൻ കാര്യം പറയില്ല. അടുത്ത പരിപാടി അടുത്ത ഞാൻ നേരിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഏർപ്പെട്ടെ നമ്മൾ ഇത്രയും കാലം ഫോണിൽ കൂടിയാന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഇതായിട്ടുള്ളൂ. ഇന്നലെ എനിക്ക് നേരിട്ടൊരു ബന്ധം കിട്ടി, നമുക്കൊരു എടാപോടാ ബന്ധം കിട്ടി, മനസ്സിലാ. അനാൻസ് ആയിട്ട് ഒരു എടാപോടാ ഒരു ടൈപ്പ് സാധനം കിട്ടി ഇന്നലെ, മനസ്സിലാ. അടുത്ത തവണ ഞാൻ മിക്കവാറും പ്രൊപ്പോസ് ചെയ്യും. കാര്യം പറയാല ഓവർ റേറ്റഡ് ആയിരുന്നു. അടാ അത് നിങ്ങൾക്ക് തോന്നുന്നതാ. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് തോന്നും ചില ആൾക്കാർ ഈ ക്യാമറ മുന്നിൽ പാങ്ങ് കളിക്കുന്നതാണോ അതോ ശരിക്കും അങ്ങനെ ആണോ അത്. ഇത് ഞാൻ നൈസായിട്ടില്ലേ ഇവ കാണാണ്ട് ഞാൻ കറക്റ്റ് നോക്കി. ഇവൻ പോകുമ്പോഴും ഇവനെ ഞാൻ ഒളിഞ്ഞിൽ നോക്കി ഇവൻ എന്താ ചെയ്യുന്നത്. പക്ഷെ ഇവൻ ശരിക്കും അങ്ങനെയാടാ. ഇവൻ ശരിക്കും സീരിയസ്ലി അങ്ങനെയാ. ഇവരെ ഫാമിലി അങ്ങനെ ഈച്ചു അങ്ങനെയാ. ഈച്ചുനോട് ഞാൻ സംസാരിച്ചു ഇവരെ അങ്ങനെയാ എല്ലാരോടും. അതായത് നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതാവും, ഞാൻ എക്സോസ്റ്റ് ആവും. ഒരാളോട് സംസാരിക്കാം, രണ്ടാളോട് സംസാരിക്കാം, 10 ആളോട് സംസാരിക്കാം, 100 ആളോട് സംസാരിക്കാം. അതിന് കൂടുതൽ നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ അവരെല്ലാരും ഹാപ്പിയാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ലടാ. ഇവൻ വരുന്ന എല്ലാരോടും സംസാരിക്ക, ഇവ ഇരുന്ന് സംസാരിക്കും ഇങ്ങനെ എല്ലാവരുമായിട്ട്. ഇത് ഭയങ്കര എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ പറയല്ല. ഞാൻ ഒരു ടൈം കഴിയുമ്പോൾ എനിക്ക് ഇതാകുമ്പോൾ ഇറിറ്റേറ്റ് ആകുമ്പോൾ ഞാൻ ബ്രോ വയ്യ ഞാൻ ടയർഡായി എനിക്ക് കഴിയുന്നില്ല ഞാൻ പോകുന്ന അറിയും ഇതേ റൂമിലേക്ക് പോകും. ഇവൻ ആടെ താഴെ നമ്മൾ നിൽക്കുന്ന റൂമിന്റെ താഴെയില്ലേ ഒരു കല്യാണം വീട് നടക്കുന്ന പോലെ ആൾക്കാർ വന്ന് അതായത് വരുന്ന ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കല് പറഞ്ഞു കൊടുക്കും. അപ്പൊ അടുത്ത ആള് വരും, മനസ്സിലാ, ഹോട്ടലിലേക്ക്. ഇവൻ എനിക്ക് തോന്നി ഇവൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല തോന്നുന്നു. കാര്യം പറയാം, ഓവർ വിനയം വിശ്വസിക്കേണ്ട ഓവർ. എടാ മുത്ത അതാ ഞാൻ പറഞ്ഞു. ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്ത്. ആളങ്ങനെയാണ്, മനസ്സിലാ, ഓൻ അങ്ങനത്തെയാണ്. എനിവേസ് സർട്ടിഫൈഡ്. നിങ്ങ മഴവിലിട്ടാലും കുഴപ്പമില്ല മുത്ത. ഹനാന് നല്ല ആളാണ്. നേരിട്ട് വീഡിയോ കാണുന്ന പോലെ അല്ല, മനസ്സിലായി. ഹനാന് നേരിട്ട് അടിപൊളിയാ. ഞാൻ ഇത്ര അടുത്തുനിന്ന് കണ്ടു, മനസ്സിലായി. ഇത്ര അടുത്തുനിന്ന് എന്റെ മുഖത്തല്ല കുരുവലില്ല. അവന്റെ മുഖത്ത് കുരുവൊന്നുമില്ല. ഭയങ്കര സ്മൂത്ത് സ്കിന്നാണ് ഹനാന്റെ. വർത്താനം അങ്ങനെ അതില്ലേ അതെ. അപ്പൊ അല്ല അത് നമ്മള് കഴിഞ്ഞ ഇത് ബാഡത്തെ പരിപാടിക്കും ഇങ്ങനെ. അപ്പൊ നീ കൂളായിട്ട് എടുക്കണം. സംബന്ധിച്ചാൽ ഇവൻ ഞാൻ ഭയങ്കര അലിഞ്ഞു വേടാടാ, മനസ്സിലാ. പിന്നെ ഞാൻ ഫുൾ ടയർഡായി പോയി. ഹാനാനോട് ഞാൻ ചോദിച്ചു ലൈവില് വന്ന് കുറച്ച് സമയം പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും
സംഭവം ചങ്ങായി ഇതാ ടയർഡായിട്ടുള്ളത്, ഫുഡ് കഴിച്ചിട്ടില്ല, ഫുള്ള് ടയർഡ്. ഞാനും ടയർഡായിരുന്നു സത്യം പറയില്ല ഞാൻ. പക്ഷെ പുള്ളി എന്നിട്ടും അത്രയും ടയർഡായിട്ടുള്ള എന്നോട് വരാൻ വന്നിട്ടൊന്ന് ഹായ് കാണിച്ചു പോകാനല്ലേ ഞാൻ വരാന്ന് പറഞ്ഞടാ പുള്ളി, മനസ്സിലാവും. ഞാൻ വരാന്ന് പറഞ്ഞ പിന്നെ ഞാനും ഫുള്ളും ടയർഡാ, ഓനും ടയർഡാ. പിന്നെ ഞാൻ വെറുതെ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടി കയറ്റി കടന്നുറങ്ങി. രാവിലെ ആകുമ്പോഴേക്ക് കൊച്ചി എത്തി. ഓക്കെ, കോൾ അവിടെ വേണ്ട ഇടങ്ങാറാക്കുന്നത് നമ്മൾ കണ്ടന്റ് വേണ്ടി അങ്ങനെ ഇതാക്കുന്ന അത് ശരിയല്ല, മനസ്സിലാവും. അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് അതിൽ നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരി. ഞാൻ വ്ളോഗ് എടുക്കാൻ പോലും ഞാൻ ഫസ്റ്റ് അനാനെ മീറ്റ് ചെയ്യുന്നത് നമ്മളെ വ്ളോഗിലില്ല. നമ്മൾ വ്ളോഗ് എടുത്തിന് കേട്ടോ. ആ മൊത്തം പരിപാടി, ഇന്നലത്തെ മൊത്തം പരിപാടിന്റെ വ്ളോഗ് എടുത്തിന്, അതെന്തായാലും അപ്ലോഡ് ചെയ്യും. അതില് ഫസ്റ്റ് അനാന് വന്നപാടെ ഞാൻ ഞെട്ടി അതൊന്നും വ്ളോഗില്ല. കാരണം അങ്ങനെ ചോദിക്കാണ്ട് വ്ളോഗ് എടുക്കുന്നത് ശരിയല്ല. അതിന് ശേഷം ഞാൻ ഇവരോട് ചോദിച്ചു വ്ളോഗ് എടുത്തോട്ടെ, എൻ്റെ വ്ളോഗിൽ ആരാഴ്ച വരുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സമ്മതമല്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഓക്കെ എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്, വ്ളോഗ് ഇട്ടത്, വ്ളോഗ് ഓണാക്കിയത്, മനസ്സിലാവും. ഓക്കെ, എനിവേസ്